നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. നല്ലൊരു ദിവസം, സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ദിവസമാകട്ടെ എല്ലാവർക്കും എന്ന് ആശംസിക്കുകയാണ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയുടെ വിചാരണ നടപടികൾക്ക് ഇന്ന് തുടക്കം. UN രക്ഷാസമിതി അടിയന്തര യോഗവും ചേരും. വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റിന് അമേരിക്കയുടെ മുന്നറിയിപ്പ്. സഹകരിച്ചില്ലെങ്കിൽ അതിശക്തമായ നടപടി നേരിടേണ്ടി വരുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ. അന്വേഷണം പൂർത്തിയാക്കേണ്ടത് 2 ആഴ്ചയ്ക്കകം. കോടതി പരാമർശങ്ങൾ നീക്കാൻ KP ശങ്കർദാസ് നൽകിയ ഹർജി സുപ്രീം കോടതി പരിഗണിക്കും. കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ക്യാമ്പിന് ഇന്ന് ബത്തേരിയിൽ സമാപനം. മിഷൻ 2026 അവതരിപ്പിക്കും. സീറ്റ് ചർച്ചകൾക്ക് തുടക്കമിടാൻ മുസ്ലിം ലീഗും. സംസ്ഥാന ഭാരവാഹി യോഗം ഇന്ന് കോഴിക്കോട്. ഡൽഹി കലാപക്കേസിൽ ഉമർ ഖാലിദ് അടക്കമുള്ളവരുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് സുപ്രീം കോടതി വിധി. പ്രതികൾ 5 വർഷത്തിലധികമായി കസ്റ്റഡിയിൽ. ഇറാനിൽ പ്രതിഷേധം കടുക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷം. ആയത്തുള്ള ഖമേനി രാജ്യം വിടാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ട്. വാർത്തകളിലേക്ക് വിശദമായി പോകുമ്പോൾ, വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ ഇന്ന് മാൻഹട്ടൻ ഫെഡറൽ കോടതിയിൽ ഹാജരാക്കും. വെനസ്വേലയ്ക്കെതിരെ അല്ല, മയക്കുമരുന്ന് കടത്ത സംഘടനകൾക്കെതിരെയാണ് അമേരിക്കയുടെ യുദ്ധമെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. വെനസ്വേലയുടെ പരമാധികാരം ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞ് ആദ്യത്തെ അമേരിക്കൻ പോപ്പായ ലിയോ മാർപ്പാപ്പ. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അഭിലാഷ് രാധാകൃഷ്ണനാണ് ചേരുന്നത്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടത് നിക്കോളാസ് മദുറോയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതും ചിരിച്ചുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ പറയുന്നതും ഒക്കെയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജയിൽ അധികൃതർക്ക് നടുവിലിരിക്കുന്ന ചിരിച്ചുകൊണ്ടിരിക്കുന്ന മദുറോയുടെ ദൃശ്യങ്ങളും പുറത്തു വരുന്നു. ഇനിയുള്ള വിചാരണ നടപടികളുടെ ഘട്ടങ്ങൾ അതെങ്ങനെയാണ്? എന്താണ് അമേരിക്കയുടെ ഏറ്റവും പുതിയ വിശദീകരണം? അശ്വതി, ഇവിടെ 3 കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായും പരിശോധിക്കേണ്ടത്. ഒന്ന്, അമേരിക്ക ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, വെനസ്വേലയിൽ എന്താണ് അമേരിക്ക ചെയ്യാൻ പോകുന്നത്, അതുപോലെ നിക്കോളാസ് മദുറോയുടെ ഭാവി എന്താണ്, അതുപോലെ വെനസ്വേലയുടെ ഭാവി എന്താണ്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് പരിശോധിക്കാനുള്ളത് ഈ ഒരു ഘട്ടത്തിൽ. ആദ്യം നമുക്ക് നോക്കാം, നിക്കോളാസ് മദുറോയെ ഇന്ന് മാൻഹട്ടനിലെ ഫെഡറൽ കോടതിയിൽ ഹാജരാക്കും. അവിടെ ഒരു സാധാരണക്കാരനെ പോലെ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ള ഒരു പദവിയോ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രത്യേക വിശേഷണങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ഒരു സാധാരണക്കാരനെ പോലെ അവിടെ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. അവിടുത്തെ നിയമ നടപടികൾ നേരിടേണ്ടി വരും. ഇന്ന് മദുറോയ്ക്കെതിരായിട്ടുള്ള ചാർജുകൾ എന്തൊക്കെയാണെന്നുള്ളത് കോടതി വായിച്ചു കേൾപ്പിക്കും. പ്രധാനമായും നാർക്കോ ടെററിസമാണ്, അതായത് ലഹരി ഭീകരതയും അതുപോലെ ലഹരി കടത്ത്, അതിനുവേണ്ടി ഗൂഢാലോചന നടത്തിയെന്നുള്ളതും മാത്രമല്ല അമേരിക്കയ്ക്കെതിരായി വലിയ തരത്തിലുള്ള ആംസ്, അതായത് മെഷീൻ ഗണ്ണുകളടക്കമുള്ള ആയുധങ്ങൾ കയ്യിൽ വെച്ചിരുന്നു തുടങ്ങിയിട്ടുള്ള വകുപ്പുകളാണ് നിക്കോളാസ് മദുറോയ്ക്കെതിരെ അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. 2020 ചുമത്തിയ കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും അമേരിക്കയിലേക്ക് തട്ടിക്കൊണ്ടുപോയി കൂടുതൽ നടപടിയിലേക്ക് കടക്കുന്നതും. മാത്രമല്ല കോടതിയിൽ ഹാജരാക്കുന്ന മാത്രമല്ല അവിടുത്തെ ബ്രൂക്ലിനിലെ കോടതി ഒരു ജയിലുണ്ട്, അവിടുത്തെ പ്രധാനപ്പെട്ട MDC എന്ന് പറയുന്ന ജയില്. ആ ജയിലിൽ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുകയാണ് നിക്കോളാസ് മദുറോയെ. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അമേരിക്കയിൽ തന്നെ ഏറ്റവും മോശം സാഹചര്യമുള്ള ഒരു ജയിലാണ്. ഏറ്റവും കൊടിയ ക്രിമിനലുകളെ മാത്രം താമസിപ്പിക്കുന്ന, തീരെ പോലീസുകാരുടെ സംഖ്യ കുറഞ്ഞ, അവിടെ കയ്യൂക്കുള്ളവൻ എന്തും ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള അത്രയും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലുള്ള ഒരു ജയിലിലാണ് ഇപ്പോൾ മദുറോയെ പാർപ്പിച്ചിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ ഈ മണിക്കൂറിൽ കാണേണ്ടതുണ്ട്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, വെനസ്വേലയെ സംബന്ധിച്ച് ഇപ്പോൾ ഡെൽസി റോഡ്രിഗസ്, അതായത് മദുറോയുടെ സംഘത്തിലുണ്ടായിരുന്ന വൈസ് പ്രസിഡന്റാണ് ഡെൽസി റോഡ്രിഗസ്. അവർ അവിടുത്തെ വെനസ്വേലയിലെ ഇടക്കാല പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ ഇനി എന്താണ് അവരുടെ നിലപാട് എന്നുള്ളതാണ് പ്രധാനമായും
നമ്മൾ പരിശോധിക്കേണ്ടത്. അതിൽ അമേരിക്ക ഡെൽസി റോഡ്രിഗസിനോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഞങ്ങളുടെ ചൊൽപ്പടിക്ക് നിന്നാൽ, അതായത് അമേരിക്ക പറയുന്നതിനനുസരിച്ച് കൃത്യമായി നിന്നാൽ നിങ്ങൾക്ക് ഭരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ മദൂറോ എന്തൊക്കെ നടപടികളാണോ നേരിട്ടത് അതിലും ഒരു പടി മുകളിലുള്ള നടപടികൾ ഡെൽസി റോഡ്രിഗസിന്റെ ഭരണകൂടം നേരിടേണ്ടി വരുമെന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഭീഷണി. അതേസമയം തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നത് വെനസ്വേലയുടെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള നീക്കം അമേരിക്ക നടത്തില്ല, വെനസ്വേലയ്ക്കെതിരെ ഒരു യുദ്ധത്തിന് അമേരിക്കയില്ല, പക്ഷേ അവിടുത്തെ ഭരണകൂടം ഭരണകൂടം എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അമേരിക്ക വീക്ഷിക്കും, അതിനനുസരിച്ചുള്ള നടപടികളായിരിക്കും എടുക്കുക. എന്തായാലും അമേരിക്കയ്ക്ക് താല്പര്യമുള്ള രീതിയിൽ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിന്ന് മുന്നോട്ട് പോയാൽ ഒരു പ്രശ്നത്തിനും ഉണ്ടാകില്ല. ഡെൽസി റോഡ്രിഗസിന് അവിടുത്തെ പ്രസിഡന്റായി തുടരാം, രാജ്യത്തെ ഭരിക്കാം എന്നുള്ളതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാട്. അങ്ങനെ ഒരു നിലപാട് പക്ഷേ ഡെൽസി റോഡ്രിഗസ് എടുത്താൽ അത് മദൂറോയെ തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ മദൂറോയെ ചതിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കമാവും. ആ രാജ്യത്ത് അമേരിക്ക എന്താണോ പറഞ്ഞത്, അതായത് ആ രാജ്യത്ത് അരാജകത്വം വാഴുന്നു, മദൂറോ അവിടെ നടത്തിയത് കള്ളക്കടത്തും മയക്കുമരുന്ന് വിൽപ്പനയും അവിടുത്തെ ജനങ്ങളെ അടിച്ച് ഓടിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് മദൂറോ ചെയ്തുകൊണ്ടിരുന്നത്. ആ കാര്യങ്ങളെല്ലാം സമ്മതിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഡെൽസി റോഡ്രിഗസ് ഇപ്പോൾ അമേരിക്കയെ അനുസരിച്ചുകൊണ്ടൊരു ഭരണം മുന്നോട്ട് കൊണ്ടുപോയാൽ, അതുകൊണ്ട് തന്നെ ഡെൽസി റോഡ്രിഗസിനെ സംബന്ധിച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി നോക്കി, അതായത് കാര്യങ്ങളെല്ലാം ഇതുവരെയും ഡെൽസിയുടെ നിലപാട് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെയും കോളനിയായി പ്രവർത്തിക്കാൻ വെനസ്വേലയ്ക്ക് താല്പര്യമില്ല എന്ന ഉറച്ച നിലപാടിലല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അതെ, ഒരു രാജ്യത്തിൻ്റെയും കോളനിയായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോഴും അവിടെ അമേരിക്കയെ തള്ളിപ്പറയുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ അമേരിക്കയ്ക്കെതിരെ അതിശക്തമായ ഒരു നിലപാട് ഡെൽസി റോഡ്രിഗസ് അവിടുത്തെ ഇടക്കാല പ്രസിഡന്റായി വന്നതിന് ശേഷം എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഇനി എന്താണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് ഡെൽസി റോഡ്രിഗസ് നടത്തിയിരുന്നു. ഡെൽസിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആഭ്യന്തരമന്ത്രിയും അതുപോലെ പ്രതിരോധ മന്ത്രിയും ചേർന്നിട്ടാണ് ആ ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് നടത്തിയത്. അതിനുള്ള ആ ക്യാബിനറ്റ് മീറ്റിംഗിലെ തീരുമാനങ്ങൾ എന്താണെന്നുള്ളത് പുറത്തു വന്നിട്ടില്ല. എന്നാൽ വലിയ അമേരിക്കയ്ക്കെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം നടത്താനാണോ അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് പോലെ കേട്ട് ആ ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനാണോ ഡെൽസി റോഡ്രിഗസും ഭരണകൂടവും തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് ഇനി ഇപ്പോൾ ലോകം കാത്തിരിക്കുന്നത്. അതേസമയം തന്നെ നിക്കോളാസ് മദൂറോയുടെ മകനായിട്ടുള്ള നിക്കോളാസ് മദൂറോ ഗുരെ അദ്ദേഹം പറയുന്നത് മദൂറോയെ തട്ടിക്കൊണ്ടുപോയ നടപടിയിൽ രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകും, ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അമേരിക്കയ്ക്കെതിരെ പോരാടും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ അത്തരത്തിലൊരു വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഒന്നും വെനസ്വേലയ്ക്കകത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. കാരണം മദൂറോയെ തട്ടിക്കൊണ്ടുപോയതിൽ ഒരു വിഭാഗം ആളുകൾക്ക് വളരെ സന്തോഷമാണ്, അവർ സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ള രീതിയിൽ പറയുന്നുമുണ്ട്. അങ്ങനെ വെനസ്വേലയിലെ ജനങ്ങൾ തന്നെ രണ്ട് തട്ടിലായിരിക്കുന്ന ഒരു നടപടിയിലേക്ക് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യമുള്ളത് വെനസ്വേലയുടെ എണ്ണ നിക്ഷേപത്തിൻ്റെ ഭാവി എന്താണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ മദൂറോ അറസ്റ്റിലാകുന്നതിന് തൊട്ട് മുമ്പ് ചൈനയുടെ ആളുകളുമായി മദൂറോ സംസാരിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടുത്തെ വെനസ്വേലയിലെ എണ്ണ നിക്ഷേപം അത് ചൈന ഏറ്റെടുത്ത് നടത്താനുള്ള അല്ലെങ്കിൽ ചൈനീസ് കമ്പനികൾക്ക് നൽകാനുള്ള ധാരണകളിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് അമേരിക്ക മദൂറോയെ തട്ടിക്കൊണ്ടു പോകുന്നതും പിന്നീട് ഡൊണാൾഡ് ട്രംപ് പറയുന്നതും വെനസ്വേലയിലെ എണ്ണ നിക്ഷേപം അത് അമേരിക്ക നോക്കിക്കോളും, അതിൻ്റെ എണ്ണകളെല്ലാം അമേരിക്ക എടുത്ത് അത് വിറ്റതിന് ശേഷം അതിൻ്റെ ഒരു ലാഭവിഹിതം വെനസ്വേലയ്ക്ക് നൽകും, അവിടുത്തെ ജനങ്ങൾക്ക് നൽകുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് ചൈനയ്ക്ക് കൂടി തിരിച്ചടിയായിരിക്കുന്ന ഒരു തീരുമാനമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ഈ ഒരു അമേരിക്കയുടെ നടപടിയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശിച്ച് രംഗത്തെത്തിയത് ചൈന തന്നെയാണ്. റഷ്യ പോലും അത്ര കടുത്ത ഒരു നിലപാട് എടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ, വരുന്ന മണിക്കൂറുകളിൽ ഇതിലെന്താണ് വെനസ്വേല ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് കണ്ടറിയേണ്ടത്. മദൂറോയുടെ ഭാവി എന്താണെന്നുള്ളതിൽ ഏറെക്കുറെ നമുക്ക് ഒരു വ്യക്തതയുണ്ട്. കാരണം ഇറാഖിലെ സദ്ദാം ഹുസൈൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. 2006 അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അതുപോലെ ഇനിയിപ്പോൾ മദൂറോയ്ക്കും സംഭവിക്കൂ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. അഭിലാഷ്, ഒരു കാര്യം കൂടി, ഈ അധിനിവേശമല്ല നിയമ നടപടികളുടെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് US-ന്റെ ഈ നടപടികളെല്ലാം മുന്നോട്ട് പോകുന്നത്. അതേസമയം അഭിലാഷ് പറഞ്ഞതുപോലെ റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ നിലപാട് പറഞ്ഞു, മറ്റ് രാജ്യങ്ങളുടെ നിലപാട്, ഒപ്പം ഇന്ത്യയുടെ നിലപാട് ഇപ്പോഴും അമേരിക്കയെ അപലപിച്ചിട്ടില്ല. അതേസമയം വെനസ്വേലയിലെ ജനങ്ങളുടെ ഒപ്പമാണ് എന്നാണല്ലോ ഇന്ത്യ പറഞ്ഞത്.
അശ്വതി, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ അന്താരാഷ്ട്ര വിഷയങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും ഇന്ത്യ പലപ്പോഴും ഒരു ചേരിചേരാ നയമാണ് സ്വീകരിക്കുന്നത്. ഒരു പക്ഷത്തും നിൽക്കാതെ കൃത്യമായ ഒരു നിലപാട്, അതായത് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുത്, എല്ലായിടത്തും സമാധാനം വരണം എന്നുള്ള രീതിയിലുള്ള ഒരു നിലപാടാണ് ഇന്ത്യ എടുക്കാറ്. അതിപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധമായാലും ശരി, പലസ്തീൻ ഇസ്രായേൽ യുദ്ധമായാലും ശരി, അങ്ങനെ ഏത് തരത്തിലുള്ള കാര്യങ്ങളായാലും ഇന്ത്യ എപ്പോഴും അത്തരത്തിലുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചു പോരുന്നത്. ഇവിടെയും അതേ രീതി തന്നെയാണ് ഇന്ത്യ പുലർത്തുന്നതെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ വെനസ്വേലയിൽ ഉണ്ടായ സംഭവങ്ങൾ ഖേദകരമാണെന്നും അവിടെ സമാധാനം പുലരണമെന്നും അവിടെ ജനാധിപത്യം ഉണ്ടാക്കണമെന്നുമുള്ള ഒരു ആവശ്യമാണ് ഇന്ത്യ ഈ ഒരു വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. എന്നാൽ മറ്റ് ലോകരാജ്യങ്ങളെല്ലാം അവരുടേതായിട്ടുള്ള നിലപാട്, കൃത്യമായ നിലപാട്, ഒരു പക്ഷത്തേക്കുള്ള അവരുടെ നിലപാട് കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അതിൽ റഷ്യ അമേരിക്കയ്ക്കെതിരെ അതിശക്തമായി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നടപടി അപലപനീയമാണെന്നും ഇത്തരത്തിലൊന്നും ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കൈകടത്താൻ പാടില്ലെന്നും റഷ്യ പറഞ്ഞിട്ടുണ്ട്. ചൈന പറഞ്ഞത് അപകടകരമായിട്ടുള്ള നീക്കമാണ് അമേരിക്ക നടത്തുന്നത്, വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള നീക്കമാണ് അമേരിക്ക നടത്തുന്നതെന്ന് പറയുന്നു. അതേസമയം ഇന്ത്യ പറയുന്നത് സമാധാനം പുലരണം, ഡെമോക്രാറ്റിക്, അതായത് വെനസ്വേലയിലെ ജനാധിപത്യം അത് അവിടെ തുടരണം എന്നുള്ള കാര്യമാണ് ഇന്ത്യയുടെ ഒരു പക്ഷം. അശ്വതി, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിശദവിവരങ്ങൾ നൽകിയത്. രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ തടവുകാരെയും മോചിപ്പിക്കണമെന്ന് വെനസ്വേലൻ പ്രതിപക്ഷ നേതാവും സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവുമായ മരിയ കോർണ മച്ചാഡോ ലോകത്തിലെ എല്ലാ ജനാധിപത്യവാദികളും ഈ നിർണായക മണിക്കൂറിൽ തങ്ങളെ പിന്തുണയ്ക്കുമെന്ന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അഭ്യർത്ഥിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ആഹ്വാനത്തെ പിന്തുണച്ച് രംഗത്തെത്തി. സമാധാനപരവും ജനാധിപത്യപരവുമായ പരിവർത്തനത്തിന് അനുകൂലമായി ശബ്ദമുയർത്താൻ ഫ്രാൻസിന്റെ പിന്തുണയുണ്ടാകുമെന്ന് മാക്രോൺ വ്യക്തമാക്കി. സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് പ്രതിഷേധം ശക്തമായ ഇറാനിൽ നിന്ന് ആയത്തുള്ള ഖമനേയി നാടുകടക്കാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ട്. ഖമനേയും കുടുംബവും അടക്കം 20 പേരടങ്ങുന്ന സംഘമാണ് പ്രതിഷേധം ഒടുങ്ങിയില്ലെങ്കിൽ നാടുവിടാൻ ഒരുങ്ങുന്നത് എന്നാണ് ബ്രിട്ടീഷ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അഭിലാഷ് രാധാകൃഷ്ണൻ തുടരുന്നുണ്ട്. അഭിലാഷ്, എന്താണ് അവിടുത്തെ അവസ്ഥ? അശ്വതി, ഇറാനിൽ കഴിഞ്ഞ 9 ദിവസങ്ങൾ വലിയ ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്ന സമയങ്ങളാണ് കണ്ടുവരുന്നത്. അവിടെ ഖമനേയ്ക്കെതിരെ, ഖമനേയ് ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന വലിയ സാഹചര്യമുണ്ട്. അതിന് മാത്രമല്ല, ഈ പ്രതിഷേധക്കാർക്ക് അമേരിക്കയുടെ പരസ്യമായ പിന്തുണ കൂടി ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ പ്രക്ഷോഭം അങ്ങനെ കെട്ടടങ്ങില്ല എന്നുള്ളൊരു ഉറപ്പ് ഖമനേയ് ഭരണകൂടത്തിന് ലഭിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ദ പ്ലാൻ ബി എന്ന് പേരിട്ടുകൊണ്ട് ഈ ഖമനേയും സംഘവും നാട് വിടാൻ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഖമനേയും ഒപ്പം 20 പേരും, കുടുംബക്കാരടക്കമുള്ള 20 പേരും റഷ്യയിലേക്ക് കടക്കാൻ പദ്ധതിയിടുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ബ്രിട്ടീഷ് പത്രം ദ ടൈംസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. $95 ബില്യൺ ആസ്തിയുള്ള സാധനങ്ങളും അവിടുന്ന് കൊണ്ടുപോകാൻ, അതായത് ഒപ്പം നാട് കടക്കുന്നതിനൊപ്പം ഖമനേയും സംഘവും കൊണ്ടുപോകാൻ പദ്ധതിയിടുന്നുവെന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് വലിയ നിർണായകമായ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം കഴിഞ്ഞ 2025 അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഖമനേയെ വകവരുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും അന്ന് അതിന് സാധിക്കാതെ പോയി. അതിനുശേഷം ഇപ്പോൾ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കം അമേരിക്ക നടത്തുന്നു എന്നുള്ള ആരോപണങ്ങൾ പുറത്തു വരുന്നു. പക്ഷേ അത് വിജയിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ 10 ദിവസങ്ങളായി ഇറാനിൽ വലിയ പ്രക്ഷോഭങ്ങളാണ് നടക്കുന്നത്. ജാവിദ് ഷാ പഹ്ലാവി അവിടെ അധികാരത്തിൽ വരണമെന്നും പകരം ഈ ആയത്തുള്ള ഖമനേയി ഭരണകൂടം, മതഭരണകൂടം ആ രാജ്യത്ത് നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും പലരും പലയിടത്തും ഈ പ്രക്ഷോഭകാരികൾ 16ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ ഖമനേയിയെ കൊല്ലണം അല്ലെങ്കിൽ കൊലപ്പെടുത്തണം എന്നുള്ള മുദ്രാവാക്യങ്ങളടക്കം ഉയരുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ഈ പ്രക്ഷോഭം അതിൻ്റെ ശക്തി ആർജിച്ചു വരുന്നതാണ്. ടെഹ്റാൻ മൊത്തം വ്യാപിച്ചിരിക്കുന്നു. ഇറാന്റെ തലസ്ഥാനം മറ്റു പ്രദേശങ്ങളുമെല്ലാം ഈ ഒരു പ്രക്ഷോഭത്താൽ മുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടുത്തെ സാമ്പത്തിക കാര്യങ്ങൾ എന്ന് പറയുന്നത് അതീവ ഗുരുതരമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ തരത്തിലും അവിടുത്തെ റിയാൽ അടക്കം ഇടിഞ്ഞ് കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഡോളറിനോട് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും സാമ്പത്തികമായിട്ടുള്ള അടിയറവ് പറഞ്ഞിരിക്കുന്ന ഒരു രാജ്യം, അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ, വിലക്കയറ്റം അടക്കമുള്ള പ്രശ്നങ്ങൾ ജനങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യം. ഈ ഒരു ഘട്ടത്തിലാണ് ജനങ്ങൾ, അവിടുത്തെ സാധാരണക്കാർ
സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാരാണ് ആദ്യം ഇതൊരു സമരമായിട്ട് അവിടെ ഇറങ്ങുന്നത്. പിന്നീട് അത് ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഭരണകൂടത്തിനെതിരെ തിരിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. പിന്നീട് ഈ സമരക്കാർക്കെതിരെ പരസ്യമായി, സമരക്കാർക്ക് അനുകൂലമായി പരസ്യമായി ഡൊണാൾഡ് ട്രംപ് തന്നെ രംഗത്തെത്തുന്നു. ഏതെങ്കിലും സമരക്കാർക്കെതിരെ ശക്തമായ നടപടി, അവർക്കെതിരെ നിറയൊഴിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ശക്തമായ രീതിയിൽ അമേരിക്ക നേരിട്ടെത്തി ഇടപെടുമെന്നുള്ള കാര്യം കൂടി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. അപ്പോൾ അതിനുശേഷം ഖമനേയി തന്നെ നേരിട്ട് പറഞ്ഞു, ഇത്തരത്തിൽ അമേരിക്കയുടെ ഇടപെടൽ ഈ ഒരു പ്രക്ഷോഭത്തിന് പിന്നിലുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ അമേരിക്ക നടത്തിയാൽ ശക്തമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് പറയുകയും അതുപോലെ ഇപ്പോഴത്തെ പ്രക്ഷോഭകാരികളോട് സംസാരിച്ചിട്ട് കാര്യമില്ല, അവരെ അടിച്ചമർത്തുകയോ വഴിയുള്ളൂ എന്നൊക്കെ അതികർശനമായ നിലപാട് ഖമനേയും സ്വീകരിച്ചു. എന്നാൽ ഈ ഓരോ ദിവസങ്ങൾ കഴിയും തോറും ഈ ഒരു പ്രക്ഷോഭം കൂടി വരുന്നു. മാത്രമല്ല ഇതിൽ ജനപങ്കാളിത്തം കൂടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഭരണകൂടത്തിന് അതിനെ എത്രത്തോളം അടിച്ചമർത്താൻ കഴിയുമെന്നുള്ള കാര്യം വലിയ സംശയമാണ്. നമുക്കറിയാം, നേപ്പാളിലും ബംഗ്ലാദേശിലും ഒക്കെ നമ്മൾ കണ്ടതാണ് അവിടുത്തെ ഭരണാധികാരികൾ എങ്ങനെയാണ് ജനങ്ങളോട് അടിയറവ് പറഞ്ഞതെന്ന്. ആ ഒരു ഇറാൻ നേപ്പാൾ പോലെ ബംഗ്ലാദേശ് പോലെ അത്ര ദുർബലമായ ഒരു രാജ്യം അല്ലെങ്കിൽ പോലും ഇറാനിലും ജനങ്ങളെ നേരിടുമ്പോൾ അത് എത്ര ശക്തിയുള്ള ഭരണകൂടമായാലും അത് വലിയ ഒരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് സാമ്പത്തികമായും പിന്നിലാണ്, അതുപോലെ തന്നെ ജനങ്ങളും തെരുവിലാണ്. അങ്ങനെ ആകെ പ്രതിസന്ധിയിലായ ഭരണകൂടം നാടുവിടാൻ ഒരുങ്ങുന്നു റഷ്യയിലേക്ക്. അതാണ് അഭിലാഷ്, അവിടെ ഒരു കാര്യം കൂടി ഉള്ളത്, ഈ ജനങ്ങളുടെ ഇടയിലേക്ക് അവർ വലിയ പ്രതിസന്ധിയിലാണുള്ളത്, ജീവിത പ്രാരാബ്ധത്തിലാണുള്ളത്. അതിനിടയിൽ ഈ പ്രതിഷേധക്കാർക്കിടയിലേക്ക് പുറത്തു നിന്നുള്ള ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ഇടപെടലുണ്ട് എന്ന രീതിയിലൊക്കെയുള്ള ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതിനൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ഉറപ്പ് വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഇത് ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്ന ആരോപണങ്ങളാണ്. ഇതിൽ അമേരിക്കയുടെ ഇടപെടലുണ്ട്, അതുപോലെ ഇസ്രായേലിന്റെ മൊസാദിന്റെ ഇടപെടലുണ്ട്, അവിടുത്തെ ആളുകൾ ഇറാനിൽ നുഴഞ്ഞു കയറി ആണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നടക്കമുള്ള വലിയ ആരോപണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നേരത്തെ നമുക്കറിയാം, ഈ ഇസ്രായേൽ യുദ്ധം നടക്കുന്ന സമയത്ത് അതിനുശേഷം ടെഹ്റാനിൽ വെച്ച് വലിയ രീതിയിൽ സ്ഫോടനം ഉണ്ടാവുകയും ഹമാസിന്റെ നേതാക്കളെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായപ്പോൾ അതെല്ലാം കെട്ടടങ്ങിയ ശേഷം നിരവധി ആളുകളെ ഇറാനിൽ തൂക്കിക്കൊല്ലുന്ന സാഹചര്യമുണ്ടായി. ആ കൊല്ലപ്പെട്ട ആളുകളോടെല്ലാം ആരോപിച്ചത് ഇസ്രായേലിന്റെ ചാരന്മാരായിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ജാവേദ് ഷാ ഭരണകൂടത്തിന്റെ ആളുകൾ ഖമനേയി ഭരണകൂടത്തെ അട്ടിമറിക്കാനായി ഇസ്രായേലിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആളുകളെല്ലാം കൊന്നത്. അപ്പോൾ അതേ സാഹചര്യം, അതേ ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അതായത് ഖമനേയി ഭരണകൂടത്തെ അട്ടിമറിക്കാനായി ഷാ ഭരണകൂടത്തിന്റെ ആളുകളും ഇസ്രായേലിന്റെ മൊസാദും അമേരിക്കയും ചേർന്ന് പ്രവർത്തിക്കുന്നു. ഖമനേയ്ക്കെതിരെ ഈ മൂന്ന് വലിയ ശക്തികൾ ചേർന്ന് പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രക്ഷോഭം ഉണ്ടാകുന്നത്. അല്ലാണ്ട് ഈ പ്രക്ഷോഭത്തിനൊന്നും ഒരു കാര്യമായ കാര്യമില്ല എന്നുള്ള രീതിയിലാണ് ഖമനേയി അടക്കം പറയുന്നത്. അപ്പോഴും ജനങ്ങൾ ഒന്നടങ്കം തെരുവിലിറങ്ങുന്നതിന് എങ്ങനെ നേരിടുമെന്നുള്ള കാര്യത്തിൽ ഇറാനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയുണ്ട്. അവിടുത്തെ ഭരണകൂടം എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഒരു പ്ലാൻ ബി എന്നുള്ള നിലയിൽ റഷ്യയിലേക്ക് കടക്കാം. കൂടുതലായിട്ട് കാര്യങ്ങൾ വഷളായാൽ ഒരുപക്ഷെ ഖമനേയിയുടെ ജീവന് ഭീഷണിയുണ്ട്. കാരണം അമേരിക്കയും ഇസ്രായേലും ഒരു സമയത്ത് ഒരിക്കൽ വകവരുത്താൻ തീരുമാനിച്ചിരുന്ന വ്യക്തിയാണ്. അന്ന് ഒളിവിൽ പോയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട വ്യക്തിയാണ് ഖമനേയി. അതുകൊണ്ട് ഇത്തവണ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നാടുവിടാൻ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതിൽ ചില കാര്യങ്ങളുണ്ടെന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അശ്വതി. ശരി അഭിലാഷ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ SIT അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. SP ശശിധരൻ നേരിട്ട് ഹാജരായാണ് റിപ്പോർട്ട് നൽകുക. കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തതിന്റെ വിവരങ്ങളും കൈമാറും. 2 ആഴ്ച കൂടിയാണ് അന്വേഷണം പൂർത്തിയാക്കാനുള്ള സമയപരിധി. അതേസമയം കോടതി പരാമർശങ്ങൾ നീക്കാൻ KP ശങ്കർദാസ് നൽകിയ ഹർജിയും ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, ഈ SITയുടെ റിപ്പോർട്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നിരവധി ആളുകളുടെ ആരോപണ വിധേയരായവരുടെ മൊഴിയടക്കം ഉള്ള വിവരങ്ങളാണ് അതിൽ വരിക. എന്തൊക്കെയാണ് വിശദാംശം? അശ്വതി, 4ാമത്തെ ഇടക്കാല റിപ്പോർട്ടാണ് SP ശശിധരൻ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാക്കുക. ദേവസ്വം ബെഞ്ചാണ് പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ ഈ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ചോദ്യം ചെയ്തതും അറസ്റ്റ് ചെയ്തതുമായിട്ടുള്ള വിശദാംശങ്ങൾ, അതുപോലെ പ്രധാനമായിട്ടും സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, അതുപോലെ ഗോവർദ്ധൻ,
അതുപോലെ നേരത്തെ ദേവസ്വം അംഗമായിരുന്ന വിജയകുമാർ തുടങ്ങിയവരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളും ഇന്ന് SIT കോടതിയിൽ ബോധ്യപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. ജനുവരി 17 വരെയാണ് കോടതി അന്വേഷണ സംഘത്തിന് അനുവദിച്ചിരിക്കുന്ന സമയം. പ്രധാനമായും സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടതിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും കോടതിയിൽ ഇന്ന് വിശദമായി SIT അറിയിക്കുമെന്നാണ്, റിപ്പോർട്ട് നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം ഡിസംബർ 3 കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ CPM നേതാവ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ മെല്ലെപ്പൊക്ക് നയത്തെ കോടതി നിശിതമായി വിമർശിച്ചിരുന്ന സാഹചര്യമുണ്ടായത്. വൻതോക്കുകളെ ചോദ്യം ചെയ്യാത്തതും അതിലേക്ക് അന്വേഷണം എത്താത്തതും എന്താണ് എന്നുള്ള കോടതിയുടെ ചോദ്യത്തിനും വിശദമായ മറുപടി ഇന്ന് കോടതിയിൽ SIT നൽകുമെന്നാണ് നൽകുന്നത്. പക്ഷേ സമയം നീട്ടി ചോദിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്നും അത് വളരെ വിശദമായി തന്നെ ആരെയൊക്കെ ചോദ്യം ചെയ്തു, ഏതൊക്കെ ഘട്ടത്തിലേക്ക് അന്വേഷണം എത്തി എന്നുള്ള കാര്യങ്ങളും ഇന്ന് അന്വേഷണ സംഘം കോടതിയെ ബോധ്യപ്പെടുത്തും. ചെന്നൈയിലെ വ്യാപാരി D മണിയെ ചോദ്യം ചെയ്തതുമായ കൂടുതൽ വിവരങ്ങൾ ഇന്ന് SIT റിപ്പോർട്ടിൽ സമർപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുമാത്രമല്ല ഈ പ്രധാനമായിട്ടും പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ മെല്ലെപ്പൊക്ക് നയം അതിനുശേഷമാണ് അത് വളരെ രൂക്ഷമായിട്ടാണ് കോടതി വിമർശിച്ചിരിക്കുന്നത്. അതിനുള്ള മറുപടിയും ഇന്ന് SIT കോടതിയിൽ വ്യക്തമാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉന്നയിച്ചിരുന്ന അന്തർ സംസ്ഥാന പുരാവസ്തു കേസ്, ഇത് പുരാവസ്തു കള്ളക്കടത്തുമായി ബന്ധമുണ്ടോ ശബരിമല കേസിന് എന്നുള്ള കാര്യത്തിലും അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ സൂചനകൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അന്വേഷണ പുരോഗതി റിപ്പോർട്ടിന്റെ 4ാം ഘട്ടമാണ് ഇന്ന് ഇടക്കാല റിപ്പോർട്ടായി SP ശശിധരൻ കോടതിയിൽ മറ്റൊന്ന് നമുക്ക് അറിയേണ്ടത് ഈ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ഉൾപ്പെടെ ഈ റിപ്പോർട്ടിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. കാരണം സ്വർണ്ണപ്പാളിയുടെ അടക്കം ശാസ്ത്രീയ പരിശോധന നടത്തണമെന്നും ഇതിന്റെ കാലഘട്ടവും കൊണ്ടുപോയതും തിരിച്ചു വന്നപ്പോഴുള്ള തൂക്കവും അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ റിപ്പോർട്ടിൽ ഉണ്ടാകുമോ? അത് ഞാൻ സൂചിപ്പിച്ചിരുന്നു അശ്വതി. ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് ഉൾപ്പെടെയാണ് ഇന്ന് SIT കോടതിയിൽ ബോധ്യപ്പെടുത്തുക. അന്വേഷണ പുരോഗതി റിപ്പോർട്ടിന്റെ ഭാഗമായി അതായത് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടും സമർപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേ തുടർന്ന് അന്വേഷണം അവസാന ദിശയിലാണെന്നും ഏതൊക്കെ ആളുകളെ ഇനിയും ചോദ്യം ചെയ്യാനുണ്ട്, അതല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമുണ്ടെന്നുള്ള കാര്യവും കോടതിയിൽ നിന്ന് SIT അറിയിക്കുമെന്നാണ് അറിയുന്നത്. അതുമാത്രമല്ല കോടതിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും അതല്ലെങ്കിൽ ആരെയൊക്കെ ചോദ്യം ചെയ്യണം, ആരൊക്കെ സംശയമുനയിലുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിഗണിച്ച ശേഷം കോടതി അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും ഇന്ന് നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അന്തർ സംസ്ഥാന പുരാവസ്തു കള്ളക്കടത്തുമായി ഇതിന് ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ് എന്നുള്ള കാര്യത്തിലും SIT ഇന്ന് കോടതിയെ ബോധ്യപ്പെടുത്തും. അശ്വതി. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിശദവിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കർമ്മ പദ്ധതിയുമായി കോൺഗ്രസിന്റെ മിഷൻ 2026 ഇന്ന് ബത്തേരി ക്യാമ്പിൽ അവതരിപ്പിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയം ഫെബ്രുവരി ആദ്യ ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കും. സർക്കാരിനെതിരായ സമരപരിപാടികളും ക്യാമ്പിൽ തീരുമാനിക്കും. ജയരാജ് ബത്തേരി വിവരങ്ങളുമായി ചേരുന്നു. ജയരാജ്, ഗുഡ് മോർണിംഗ്. എന്തായാലും വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുക നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി, അത് തന്നെയല്ലേ കോൺഗ്രസ് പദ്ധതി ഇട്ടിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് അശ്വതി. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ ഇന്നലെ ആരംഭിച്ച KPCC നേതൃ ക്യാമ്പ് ലക്ഷ്യ 2026 വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് 100 സീറ്റുകൾ ഉറപ്പാക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള കർമ്മ പദ്ധതികളാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇന്നലെ നടന്ന ആദ്യ ദിന ചർച്ചകളിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ സജ്ജമാക്കാൻ ഫെബ്രുവരി മാസത്തിൽ കേരള യാത്ര സംഘടിപ്പിക്കാൻ ഏതാണ്ട് തീരുമാനമായി. ഈ യാത്രയുടെ പകുതി ഘട്ടം പിന്നിടുമ്പോഴേക്കും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി 2 ഘട്ടങ്ങളിലായി പേരുകൾ പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ പാർട്ടി ലക്ഷ്യമിടുന്നത്. ഇതിൽ വിജയസാധ്യത മാത്രമായിരിക്കും മാനദണ്ഡമെന്നും ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾക്കോ സ്ഥാനമുണ്ടാകില്ലെന്നും AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അതുപോലെ തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള ദീപദാസ് മുൻഷിയും കർശനമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 3 മേഖലകളായി തിരിച്ച് പ്രത്യേക പ്രചരണ തന്ത്രങ്ങൾ മെനയും. സർക്കാരിനെതിരായ വികാരം വോട്ടാക്കി മാറ്റാൻ താഴെത്തട്ടിൽ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്താനും സോഷ്യൽ മീഡിയ പ്രചാരണം ഊർജിതമാക്കാനും ഇന്നലെ ധാരണയായിട്ടുണ്ട്. ക്യാമ്പിന്റെ 2ാം ദിവസമായ ഇന്ന് ഈ കർമ്മ പദ്ധതികളുടെ പ്രായോഗിക നടപ്പിലാക്കലിനെ കുറിച്ചുള്ള അന്തിമ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. VD സതീശനെ അവതരിപ്പിക്കുന്ന മിഷൻ 2026 എന്ന ബ്ലൂ പ്രിന്റ് ഇന്ന് വിശദമായി ചർച്ച ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്യും എന്നും അറിയുന്നുണ്ട്. ഓരോ മണ്ഡലത്തിലും ശ്രദ്ധിക്കേണ്ട പ്രത്യേക പ്രാദേശിക വിഷയങ്ങൾ, സമുദായ സംഘടനകളുമായുള്ള സഹകരണം, ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ,
തുടങ്ങിയവ വേഗത്തിലാക്കുക എന്നിവയിൽ ഇന്ന് വ്യക്തമായ ധാരണ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിലനിർത്താൻ ബൂത്ത് മുതൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള സംഘടനാപരമായ അഴിച്ചുപണികൾക്കും ഇന്ന് അന്തിമ രൂപം നൽകും. യുവജനങ്ങൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും സ്ഥാനാർത്ഥി പട്ടികയിൽ അർഹമായ പ്രാതിനിധ്യം നൽകുന്ന കാര്യത്തിലും ഇന്ന് വ്യക്തമായ ഉറപ്പുണ്ടാകും. ഗ്രൂപ്പ് പോരുകൾ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള കോൺഗ്രസിന്റെ സമഗ്രമായ തെരഞ്ഞെടുപ്പ് തന്ത്രം ഇന്ന് വൈകുന്നേരത്തോടെ മാധ്യമങ്ങളെ നേതാക്കൾ അറിയിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടെ ക്യാമ്പ് പൂർത്തിയാകും. അശ്വതി. ശരി, ജയരാജ് ബത്തേരിയാണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി മുസ്ലിം ലീഗ് സംസ്ഥാന ഭാരവാഹി യോഗം ഇന്ന് കോഴിക്കോട് നടക്കും. ലീഗ് മത്സരിക്കുമെന്ന് ഉറപ്പിച്ച സീറ്റുകളിലെ പ്രാഥമിക സ്ഥാനാർത്ഥി നിർണയ ചർച്ച യോഗത്തിൽ നടക്കും. അനീഷ് കുമാറാണ്, MS അനീഷ് കുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനീഷ്, ഗുഡ് മോർണിംഗ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും രീതിയിലുള്ള പുതിയ ചർച്ചകൾ അവിടെ നടക്കുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അശ്വതി, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ നേരത്തെയാക്കാൻ UDF മൊത്തത്തിൽ തീരുമാനിച്ചിരുന്നു. കോൺഗ്രസ് അതിന്റെ ചർച്ചകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മുസ്ലിം ലീഗും വളരെ പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് ധാരണയായിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് സംസ്ഥാന നേതൃയോഗം കോഴിക്കോട്ട് ചേരുന്നത്. 11 മണിക്ക് ലീഗ് ഹൌസിലാണ് യോഗം ചേരുമെന്ന് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും 2-3 കാര്യങ്ങൾ പരിഗണിക്കും. ഒന്ന്, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഈ വനിതകൾക്കും യുവാക്കൾക്കും കൂടുതൽ പ്രാധാന്യം നൽകും, അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ നൽകുമെന്ന് നേരത്തെ നേതൃത്വം അറിയിച്ചിരുന്നു. ഇത് എത്തരത്തിലാവണം, ഈ സീറ്റുകളുടെ ഒരു വിഭജനം എന്നതിനെ കുറിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ ഇന്ന് നടക്കും. ഒപ്പം ഈ ചില സീറ്റുകൾ വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമികമായ ചർച്ചകൾ നേരത്തെ തന്നെ പാർട്ടിക്കുള്ളിൽ നടന്നിരുന്നു. പ്രത്യേകിച്ചും ഈ വിജയസാധ്യത കുറഞ്ഞ ചില സീറ്റുകൾ, കോൺഗ്രസിന് വിജയിക്കാൻ കൂടുതൽ സാധ്യതയുള്ള സീറ്റുകൾ പരസ്പരം വെച്ചുമാറി നേട്ടം വർദ്ധിപ്പിക്കുക എന്ന ഒരു രീതിയാണ്. ഉദാഹരണത്തിന് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി അടക്കമുള്ള സ്ഥലങ്ങൾ കോൺഗ്രസിന് നൽകുകയും അല്ലെങ്കിൽ ലീഗിന് കൂടുതൽ സാധ്യതയുള്ള മറ്റ് സ്ഥലങ്ങളിൽ സീറ്റ് വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നത്. അത്തരത്തിലുള്ള ചർച്ചകളിൽ ഒരു അന്തിമ തീരുമാനം ഒരുപക്ഷെ ഇന്നുണ്ടായേക്കും. ഇതിനുശേഷം വൈകാതെ അത്തരം ഇടങ്ങളിൽ കൂടി സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് നീങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ഈ 3 ടേം വ്യവസ്ഥയിൽ ഒരു ഇളവുകൾ വേണമോ എന്ന കാര്യത്തിലുള്ള ഒരു തീരുമാനം ഇന്നത്തെ യോഗത്തിലുണ്ടാവും. 3 തവണയിൽ കൂടുതൽ മത്സരിച്ച ഏതൊക്കെ ആളുകൾ വീണ്ടും ഇത്തവണ മത്സരിക്കണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവും. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും വിജയസാധ്യത പരിഗണിച്ച് ഇത്തരത്തിലുള്ള ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകുന്ന ഒരു നീക്കം ലീഗിലുണ്ടായിരുന്നു. എന്തായാലും അക്കാര്യത്തെക്കുറിച്ചും ഒരു ചർച്ചയുണ്ടാവും. ഒപ്പം ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. സാധാരണഗതിയിൽ മലബാർ ജില്ലകളിലാണ്, മലപ്പുറത്തും കോഴിക്കോട്ടും കാസർഗോഡും കണ്ണൂരും ഒക്കെയാണ് ആ പാർട്ടിക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇത്തവണ തൃശ്ശൂരിനപ്പുറത്തേക്കുള്ള തെക്കൻ ജില്ലകളിലും കാര്യമായ നേട്ടം പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന് നേതൃത്വം കണക്കുകൾ നിരത്തി അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലബാറിനപ്പുറം മറ്റു ചില ഇടങ്ങളിൽ കൂടി സീറ്റ് പാർട്ടിക്ക് വേണം, അല്ലെങ്കിൽ ഇത്തവണ മത്സരിക്കാൻ കൂടുതൽ സീറ്റുകൾ പാർട്ടിക്ക് വേണം എന്ന ആവശ്യം പാണക്കാട് തങ്ങൾ തന്നെ നേരത്തെ പരസ്യമായി മാധ്യമങ്ങളോടക്കം പറയുകയും ചെയ്തു. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്നത് സംബന്ധിച്ച കൃത്യമായ ചർച്ച ഇന്നത്തെ യോഗത്തിലുണ്ടാവും. സീറ്റുകൾ കൂടുതൽ വേണമെന്ന് പറയുമെങ്കിലും അത് മുന്നണിയെ യാതൊരു തരത്തിലുമുള്ള സമ്മർദ്ദത്തിലാക്കരുത്, അല്ലെങ്കിൽ ഒരു ഭരണ സാധ്യതയിലേക്ക് മുന്നണി നീങ്ങുമ്പോൾ അതിനെ ബാധിക്കുന്ന തരത്തിലാവരുത് ചർച്ചകൾ, അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യം എന്ന ഒരു നിലപാട് ലീഗിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലാവണം ഇത്തരത്തിൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും ചർച്ചയാവും. ഒപ്പം ചില സീറ്റുകൾ, ഉറപ്പിച്ച സീറ്റുകളുണ്ട്, അതായത് ലീഗ് പരമ്പരാഗതമായി മത്സരിക്കുന്ന അല്ലെങ്കിൽ UDF ചർച്ചകൾക്കപ്പുറം ലീഗിനായി മാറ്റിവെച്ചിരിക്കുന്ന സീറ്റുകളുണ്ട്. അത്തരം സീറ്റുകളിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയം നടത്തി അവിടെ പ്രചാരണത്തിലേക്ക് നീങ്ങാനുള്ളൊരു നീക്കമുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരം സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള പ്രാഥമിക ചർച്ചയും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാവും. അശ്വതി. ശരി, MS അനീഷ് കുമാറാണ് വിശദവിവരങ്ങൾ നൽകിയത്. മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ കാസർഗോഡ് തൃക്കരിപ്പൂരിൽ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ പരസ്യ പ്രതിഷേധം. ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉൾപ്പെടെയുള്ളവരുടെ കോലം കത്തിച്ചു. തൃക്കരിപ്പൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് ഭാരവാഹികളായ സഫീർ VP, ബീരിച്ചേരി, മെഹബൂബ് IT എന്നിവർക്കെതിരെയുണ്ടായ പാർട്ടി നടപടിയിൽ പ്രതിഷേധിച്ചാണ് 50ഓളം യൂത്ത് ലീഗ് പ്രവർത്തകർ നേതാക്കളുടെ കോലം കത്തിച്ചത്. യൂത്ത് ലീഗ് പ്രവർത്തകർ ബീരിച്ചേരി ലീഗ് ഓഫീസിൽ കരിങ്കൊടി ഉയർത്തുകയും ചെയ്തു. സത്യമർദ്ദ
തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. ധനകാര്യം, വികസന, ക്ഷേമ, ആരോഗ്യ, മരാമത്ത്, നഗരാസൂത്രണ, നികുതി, അപ്പീൽ, വിദ്യാഭ്യാസ, കായികകാര്യം എന്നിങ്ങനെ 8 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് കോർപ്പറേഷനിലുള്ളത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിക്ക് സ്വയം നാമനിർദ്ദേശം സമർപ്പിക്കാം. നാമനിർദ്ദേശത്തെ മറ്റൊരംഗം നിർദ്ദേശിക്കേണ്ടതോ പിന്താങ്ങേണ്ടതോ ഇല്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഈ മാസം 7-ന് നടക്കും. പുനർജനി പദ്ധതിക്ക് വേണ്ടി ശേഖരിച്ച പണം കൊണ്ട് നൽകിയ സഹായങ്ങളുടെ പട്ടിക വി.ഡി. സതീശൻ പുറത്തുവിടട്ടെയെന്ന് കെ.ജെ. ഷൈൻ. DCC സെക്രട്ടറി ആയിരുന്ന രാജേന്ദ്ര പ്രസാദാണ് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. MLA എന്ന നിലയിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കണമെന്നും ഷൈൻ ആവശ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ നിങ്ങൾക്കെല്ലാം അറിയാം, ഈ വിഷയം നമ്മുടെ സമൂഹ മധ്യത്തിലേക്ക് രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എറണാകുളത്തെ KPCCയുടെ സെക്രട്ടറി ആയിരുന്ന DCC സെക്രട്ടറി ആയിരുന്ന രാജേന്ദ്ര പ്രസാദ്, അദ്ദേഹത്തിൽ നിന്നാണ് ഈ വാർത്ത പുറത്തു വന്നിട്ടുള്ളത്. അദ്ദേഹമാണ് വിജിലൻസിന് കൃത്യമായ മൊഴി കൊടുത്തിട്ടുള്ളത്. ഒന്ന്, ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക്, MLA എന്നുള്ള നിലയ്ക്ക് കേരള നിയമസഭാ ചട്ടങ്ങൾക്കും വകുപ്പുകൾക്കും അനുസൃതമായിട്ടാണോ അല്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് മാധ്യമങ്ങളിലൂടെ. അതുപോലെ തന്നെ രാജ്യത്തെ നിയമം, 2010 നിയമം, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്, ആ ആക്ടിന് വിരുദ്ധമായിട്ടാണ് ഇദ്ദേഹം ഇത് ചെയ്തത്. അങ്ങനെയുള്ളൊരു വ്യക്തി എവിടെ ഇരിക്കുന്നു? സംസ്ഥാന നിയമസഭയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇത് കൃത്യമായ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അതിന് എന്താ അന്വേഷണമാണോ വേണ്ടത് അത് ചെയ്യണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ്. നടനും പ്രൊഡക്ഷൻ മാനേജറുമായ കണ്ണൻ പട്ടാമ്പി അന്തരിച്ചു. പട്ടാമ്പി ഞാങ്ങാട്ടിരിയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. 61 വയസ്സായിരുന്നു. കുരുക്ഷേത്ര, കീർത്തിചക്ര, മിഷൻ 90 ഡേയ്സ്, വെട്ടം, കാണ്ഡഹാർ, കർമ്മയോദ്ധ, പുലിമുരുകൻ, ഒടിയൻ തുടങ്ങിയ സിനിമകളിലും ടെലിവിഷൻ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. സംസ്കാരം വൈകിട്ട് 4-ന് പട്ടാമ്പിക്ക് സമീപത്തുള്ള ഞാങ്ങാട്ടിരിയിലെ വീട്ടുവളപ്പിൽ നടക്കും. സംവിധായകൻ മേജർ രവി സഹോദരനാണ്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഡൽഹി കലാപക്കേസിൽ ഉമർ ഖാലിദ് അടക്കമുള്ളവരുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും. സുപ്രീം കോടതിയാണ് വിധി പറയുക. ജാമ്യം നിഷേധിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവുകൾക്കെതിരെയാണ് അപ്പീലുകൾ. പ്രതികൾ കസ്റ്റഡിയിൽ ആയിട്ട് 5 വർഷത്തിലേറെയായി. 2020 പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധങ്ങൾക്കിടെയുണ്ടായ കലാപത്തിനായി ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ്. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു. അഭിലാഷ്, ഇന്ന് കോടതിയിലേക്ക് കേസെത്തുമ്പോൾ പ്രതികളുടെ ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത്? ഒപ്പം എപ്പോഴാണ് വിധി പ്രസ്താവന? അശ്വതി, ഇന്നത്തെ വിധി എന്ന് പറയുന്നത് ഈ പ്രതികൾക്ക് മാത്രമല്ല, രാജ്യത്തെ സംബന്ധിച്ച് UAPA എന്ന് പറയുന്ന നിയമത്തെ സംബന്ധിച്ച് തന്നെ വളരെ നിർണായകമായ വിധിയായിരിക്കും വരിക. കാരണം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനാണോ അതോ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കാണോ പ്രാധാന്യം? അതുപോലെ ഒരു UAPA എന്ന് പറയുന്ന ഒരു നിയമത്തിൻ്റെ പേരിൽ ആളുകളെ വർഷങ്ങളോളം ജയിലിടുന്നതിൽ എന്താണ് കോടതിയുടെ നിരീക്ഷണം എന്നതുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് പ്രധാനപ്പെട്ട നിർണായകമായ ഒരു വിധിയാണ് വരാനിരിക്കുന്നത്. 2020 ഫെബ്രുവരിയിൽ രാജ്യ തലസ്ഥാനത്ത് നടന്ന കലാപത്തിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഈ ഉമർ ഖാലിദ് അടക്കമുള്ള ആളുകളെന്നാണ് ഡൽഹി പോലീസിന്റെ ആരോപണം. അവരുടെ FIR, അവരുടെ കുറ്റപത്രം അങ്ങനെയാണ്. ഈ ഉമർ ഖാലിദ് അടക്കമുള്ള പ്രതികൾ കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു കലാപമാണ് രാജ്യത്തുണ്ടായത്. രാജ്യത്തിന്റെ ഭരണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളതാണ് ഡൽഹി പോലീസിന്റെ കണ്ടെത്തൽ. 2020 സെപ്റ്റംബർ മുതൽ ഈ ഉമർ ഖാലിദ് അടക്കമുള്ള പ്രതികൾ ജയിലിലാണ്. അന്ന് മുതൽ തന്നെ ഇവർക്ക് UAPA കുറ്റം ചുമത്തിയിരുന്നു. അതിനുശേഷം ഇവർ ഓരോ തവണയും ജയിലിൽ കോടതിയിൽ ജാമ്യത്തിനായി പോകുമ്പോഴെല്ലാം അവിടെ ജാമ്യം നിഷേധിക്കപ്പെടുന്ന ഒരു രീതിയാണ് കണ്ടുവന്നിരുന്നത്. അങ്ങനെയാണ് അവസാനം 2023 ഡൽഹി ഹൈക്കോർട്ടും ഇവരുടെ ജാമ്യാപേക്ഷ തള്ളി. പിന്നാലെ വലിയ രീതിയിൽ സുപ്രീം കോടതിയിൽ വാദങ്ങളും പ്രതിവാദങ്ങളും നടന്നു. അങ്ങനെ കാലങ്ങളോളം വാദങ്ങളും പ്രതിവാദങ്ങളും കേട്ടതിനു ശേഷം ഇന്ന് കോടതി വിധി പറയുന്നു. ജസ്റ്റിസുമാരായിട്ടുള്ള അരവിന്ദ് കുമാറും NV അഞ്ചാരിയുമാണ് ഈ വാദങ്ങളെല്ലാം കേട്ടത്. ഇവരാണ് ഇന്ന് വിധി പറയുക. ഇതിൽ പ്രതികളായിട്ടുള്ള ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം, ഗുൽഫിഷ ഫാത്തിമ, മീരാൻ ഹൈദർ,
ഷിഫ ഉർ റഹ്മാൻ, മുഹമ്മദ് സലീം ഖാൻ, ഷാദാബ് അഹമ്മദ് എന്നിവരാണ് കേസിൽ വിവിധ ജാമ്യത്തിനായി കഴിഞ്ഞ 5 വർഷമായി വിവിധ കോടതികളിൽ ജാമ്യത്തിനായി കയറി ഇറങ്ങിയത്. അങ്ങനെ അവസാനം ഒടുവിൽ ഈ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതിയിൽ വിധി വരുമ്പോൾ അതിൽ ഇവർക്ക് ജാമ്യം കിട്ടുമോ ഇല്ലേ എന്നുള്ള കാര്യം പ്രധാനമാണ്. ഇന്നത്തെ വിധി എന്ന് പറയുന്നത് UAPA നിയമത്തിനെ സംബന്ധിച്ചും വലിയ നിർണായകമായ കാര്യമാണ്. കാരണം 5 വർഷമായി ആളുകളെ ജയിലിലിട്ടിരിക്കുന്നു. ഇങ്ങനെ കാലങ്ങളോളം UAPA ചുമത്തപ്പെട്ട പ്രതികളെ കുറ്റം അവരുടെ പേരിൽ ആരോപിക്കപ്പെടുന്നതേ ഉള്ളൂ, തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ഇത്രയും കാലം ജയിലിൽ കിടക്കുമ്പോൾ അത് ഭാവിയിൽ ഇനി ഇത്തരം കേസുകൾ വരുമ്പോഴും അതിൽ കുറ്റം ചുമത്തപ്പെടുന്നവർക്കും നിർണായകമായിട്ടുള്ള ഒരു വിധി അവരുടെ കാര്യങ്ങളിലും ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ഇന്ന് തന്നെ ജാമ്യാപേക്ഷയിൽ വിധി വരുമെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു. അത് രാജ്യം ഉറ്റുനോക്കുന്ന ഒരു വിധി കൂടിയാണ്. അതാണ് അഭിലാഷ് പറഞ്ഞതുപോലെ ഈ 5 വർഷത്തെ നിയമ പോരാട്ടം എന്നതിലുപരി ഇത് രാജ്യാന്തര തലത്തിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്ത് അന്താരാഷ്ട്ര മേഖലകളിലേക്കൊക്കെ വ്യാപിച്ച ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു കേസ് കൂടിയാണ്. ആ വിഷയത്തിലേക്ക് വരുമ്പോൾ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്താൻ വിചാരണ പോലും ഇല്ലാതെ തടവറയിലേക്ക് പോകുന്നു. അതിനുശേഷം ഇത്രയും നിയമ പോരാട്ടം നടത്തുന്നു. ഈ ഡൽഹി പോലീസിന്റെ നടപടിക്രമങ്ങളെ അത് ഏത് രീതിയിലാണ് പറയാൻ സാധിക്കുക? അന്ന് തൊട്ടുള്ള ഒരു പിന്നോട്ട് നോക്കിയാൽ അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാം. അശ്വതി, 2020 ഫെബ്രുവരിയിലാണ് ഇത്തരത്തിലൊരു കലാപം നടക്കുന്നത്. ആ കലാപത്തിൽ 53 പേർ കൊല്ലപ്പെട്ടു, 700ഓളം പേർക്ക് പരിക്കേറ്റു. അതിനുശേഷം വലിയ രീതിയിലുള്ള അന്വേഷണമാണ് ഡൽഹി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനെ ഫോൺ കോളുകളും ചാറ്റും അടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ, ആ കലാപവുമായി ബന്ധപ്പെട്ട് അതിൽ ഇടപെട്ട ആളുകൾ, കലാപത്തിൽ പങ്കെടുത്ത ആളുകൾ, അത് പിന്നീട് അതിൽ പരിക്കേറ്റ ആളുകൾ, അങ്ങനെ എല്ലാ ആളുകളുടെയും ബാക്ക്ഗ്രൗണ്ടുകൾ പരിശോധിക്കുമ്പോഴാണ് ഉമർ ഖാലിദ് അടക്കമുള്ള ആളുകളിലേക്കും അന്വേഷണം എത്തുന്നതും ഇവർ ഉണ്ടാക്കിയ ചില വാട്സാപ്പ് ഗ്രൂപ്പുകൾ, അതിലെ ചാറ്റുകളടക്കം പോലീസ് പരിശോധിക്കുമ്പോഴാണ് ഈ വിഷയത്തിൽ ഇതൊരു സാധാരണമായി പെട്ടെന്നൊരു പ്രതിഷേധം എങ്ങനെയോ ഒരു കലാപമായി മാറിയതല്ല, പകരം അത് കൃത്യമായി ക്രാഫ്റ്റ് ചെയ്ത് ഇതിനു മുമ്പേ അതിൻ്റെ പദ്ധതികളെല്ലാം തയ്യാറാക്കി അത് സൃഷ്ടിച്ചെടുത്ത ഒരു കലാപമാണെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. പിന്നീട് 2020 സെപ്റ്റംബറിലാണ് ഉമർ ഖാലിദിനെയും ഒപ്പമുണ്ടായിരുന്ന ആളുകളെയും അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇവരുടെ ഫോണും മറ്റും എല്ലാം പരിശോധിക്കുമ്പോഴാണ് ഇവർക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ടെന്നുള്ള വിവരം അല്ലെങ്കിൽ കണ്ടെത്തൽ ഡൽഹി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അങ്ങനെ അന്ന് ഈ സെപ്റ്റംബർ 2020 അറസ്റ്റിലായിട്ടുള്ള ഈ പ്രതികൾ പിന്നീട് പല തവണ കോടതികളിൽ ജാമ്യത്തിനായി കയറി ഇറങ്ങിയെങ്കിലും ലഭിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ 2023 ഡൽഹി ഹൈക്കോർട്ടിലേക്ക് ഇവർ ജാമ്യാപേക്ഷയുമായി എത്തുന്നത്. പക്ഷേ ഡൽഹി ഹൈക്കോർട്ടും ഈ കേസിൻ്റെ ഒരു പ്രകൃതമെന്ന് പറയുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. ഇവർ ഈ പ്രതികളായിട്ടുള്ളവർക്ക് ജാമ്യം നൽകാൻ കഴിയില്ല. കാരണം അത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് ജാമ്യം നൽകാൻ കഴിയില്ല എന്നുള്ളൊരു നിരീക്ഷണത്തിലേക്ക് ഡൽഹി ഹൈക്കോർട്ട് എത്തുന്നു. പിന്നീട് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കേസ് കേൾക്കുന്നു. വലിയ രീതിയിലുള്ള വാദപ്രതിവാദം, നേരത്തെ അശ്വതി പറഞ്ഞതുപോലെ രാജ്യാന്തരമായി തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. കാരണം കുറ്റം ചുമത്തപ്പെട്ട മാത്രമേ ഉള്ളൂ, അവരുടെ പേരിൽ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല. കുറ്റം തെളിയിക്കപ്പെടാത്ത വ്യക്തികളെ ഇത്രയും കാലം വിചാരണ തടവുകാരായി ജയിലിലിടുന്നത് അത് അനീതിയാണെന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളടക്കം സർക്കാരിനെതിരെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം തന്നെ ഇവരെ പുറത്തുവിടരുതെന്നാവശ്യപ്പെട്ട് മറ്റൊരു പക്ഷവും രംഗത്ത് വന്നിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ കോടതിക്കകത്തും പുറത്തും ചർച്ചയായ ഒരു കേസാണ്. അതിൻ്റെ വിധിയാണ് ഇന്ന് വരുന്നത്. എന്തായാലും രാജ്യം കാത്തിരിക്കുന്നൊരു വിധിയാണ്. UAPA എന്ന് പറയുന്ന ഒരു നിയമത്തിൽ തന്നെ മാറ്റം വരുമോ, അതിൻ്റെ ഈ പ്രതികൾക്ക് ജാമ്യം നൽകാൻ കഴിയാത്ത വ്യവസ്ഥകൾ അതിലുണ്ടെങ്കിൽ അതിനെതിരെ കോടതിയുടെ നിരീക്ഷണം വരുമോ, അല്ലെങ്കിൽ UAPA UAPA കുറ്റം ചുമത്തപ്പെട്ട ആളുകൾക്ക് ജാമ്യം നൽകാതിരിക്കുകയാണ് വേണ്ടത് എന്ന് തന്നെ കോടതി നിരീക്ഷിക്കുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും ഇന്നത്തെ കോടതി വിധിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും UAPA നിയമത്തിനും രാജ്യസുരക്ഷയ്ക്കും അതുപോലെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും എങ്ങനെയാണ് ഇന്നത്തെ വിധി ബാധകമാകുന്നത് എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അശ്വതി, മൂവാറ്റുപുഴ കടാതെ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാന പള്ളിയിൽ വെടിമരുന്നിന് തീപിടിച്ചുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് ഒരാൾ മരിക്കുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ പോലീസ് പള്ളി വികാരിക്കും ട്രസ്റ്റികൾക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. സുരക്ഷാ വീഴ്ച വരുത്തിയതിനും സ്ഫോടക വസ്തു നിയമലംഘനം പ്രകാരവുമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. പള്ളി വികാരി ഫാദർ ബിജു വർക്കി, പള്ളി ട്രസ്റ്റിമാരായ സാബു പോൾ, CM എൽദോ എന്നിവർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.
കാസർഗോഡ് ദേശീയപാതക്കരികിൽ വൻ തീപിടുത്തം. പെരിയട്ടക്കടുത്താണ് അപകടം. സ്വകാര്യ വ്യക്തിയുടെ ഏക്കർ കണക്കിന് സ്ഥലം കത്തിനശിച്ചു. മരങ്ങൾ ഉൾപ്പെടെ കത്തിനശിച്ചു. ദിവസങ്ങൾക്ക് മുൻപ് ഇതിന് സമീപത്തായി വൻ തീപിടുത്തം സംഭവിച്ചു. തിരുവനന്തപുരം വർക്കല പാപനാശം ആൽത്തറമൂട് ജംഗ്ഷനിൽ 2 ഓട്ടോ തൊഴിലാളികൾക്ക് കുത്തേറ്റു. ആൽത്തറമൂട് സ്റ്റാൻഡിലെ ഓട്ടോ തൊഴിലാളികളായ സന്ദീപ്, സുരേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ വക്കം സ്വദേശിയും നിലവിൽ UK-യിൽ താമസക്കാരനുമായ സുരേഷിനെ വർക്കല പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 4 മണിയോടെയാണ് സംഭവം നടന്നത്. പാപനാശം ആൽത്തറമൂട് ജംഗ്ഷനിലെത്തിയ പ്രതി സുരേഷ് ഓട്ടോ തൊഴിലാളികളുമായി വാക്കേറ്റത്തിലേർപ്പെടുകയായിരുന്നു. തർക്കത്തിനിടെ ഇയാൾ സന്ദീപിനെ മർദ്ദിക്കുകയും ഇത് തടയാനായി എത്തിയ മറ്റൊരു ഓട്ടോ തൊഴിലാളിയായ സുരേഷിനെ പ്രതി കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് കുത്തുകയുമായിരുന്നു. മലപ്പുറത്ത് അരിവാൾ രോഗത്തിന് ചികിത്സയിലായിരുന്ന ആദിവാസി ബാലൻ മരിച്ചു. ചാലിയാർ അമ്പുമല ആദിവാസി നഗറിലെ ഗോപിയാണ് മരിച്ചത്. 16 വയസ്സായിരുന്നു. കുറച്ചുനാളായി രോഗബാധിതനായിരുന്നു. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം വൈകിട്ട് മരിച്ചു. തിരുവനന്തപുരം വർക്കലയിൽ ഓട്ടോയും ബുള്ളറ്റും കൂട്ടിയിടിച്ച അപകടം. ആറ്റിങ്ങൽ സ്വദേശിക്ക് ഗുരുതര പരിക്ക്. ആലങ്കോട് സ്വദേശി രഞ്ജിത്തിനാണ് പരിക്കേറ്റത്. ഇയാളെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വർക്കലയിൽ നിന്നും പാരിപ്പള്ളി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ എതിർദിശയിൽ വന്ന ബുള്ളറ്റ് ഇടിച്ചു കയറുകയായിരുന്നു. ബുള്ളറ്റ് ഓടിച്ചിരുന്ന യുവാവ് മദ്യപിച്ചിരുന്നതായും വാഹനത്തിന്റെ നിയന്ത്രണം തെറ്റി ഓട്ടോയിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. മാലിന്യം മൂലം കനാലിൽ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടത് വൃത്തിയാക്കാൻ രംഗത്തിറങ്ങിയ കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമേഷിന്റെ പ്രവൃത്തി കയ്യടി നേടുന്നു. കോട്ടപ്പടിയുടെ കുടിവെള്ള സ്രോതസ്സായ വിരിപ്പക്കാട്ട് ചിറയിലേക്ക് ഒഴുകിയെത്തുന്ന പെരിയാർ വാലി കനാലിലെ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയതാണ് പ്രസിഡന്റ് നീക്കം ചെയ്ത് മാതൃകയായത്. പന്നിക്കെണിയിൽ അകപ്പെട്ട തെരുവ് നായ്ക്ക് രക്ഷകരായി നാട്ടുകാർ. പരുതൂർ പഞ്ചായത്തിലെ പടിഞ്ഞാറേ കൊടുമുണ്ടയിലാണ് സംഭവം. സാമൂഹ്യവിരുദ്ധർ വെക്കുന്ന പന്നിക്കെണി മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ ഭീഷണിയാവുകയാണ്. പരുതൂർ പഞ്ചായത്തിലെ പടിഞ്ഞാറേ കൊടുമുണ്ടയിലാണ് സംഭവം. സാമൂഹ്യവിരുദ്ധർ കാട്ടുപന്നികളെ പിടികൂടുന്നതിനായി അനധികൃതമായി സ്ഥാപിച്ച പന്നിക്കെണിയിൽ തെരുവുനായയുടെ കാല് കുടുങ്ങുകയായിരുന്നു. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നായയുടെ കരച്ചിൽ കേട്ട് സമീപവാസികൾ നടത്തിയ പരിശോധനയിലാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നായ കുടുങ്ങിയത് കണ്ടത്. 4 ദിവസത്തോളമാണ് നായ ഇത്തരത്തിൽ ദുരിതമനുഭവിച്ചു കിടന്നത്. കുടുക്ക് കുടുങ്ങി കാലിൽ മുറിവാകുകയും രക്തം വാർന്നു പോവുകയും ചെയ്തു. തുടർന്ന് പ്രദേശത്തെ നാട്ടുകാരും യുവാക്കളും ചേർന്ന് കുടുക്കിൽ നിന്നും നായയെ രക്ഷിച്ചു. പ്രദേശത്ത് സാമൂഹ്യവിരുദ്ധർ പന്നിക്കെണി വെക്കുന്നത് കാരണം നിരവധി ജീവികളും മനുഷ്യരുമടക്കം അകപ്പെടുന്നുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇപ്പോ നമ്മള് ആളൊന്നും പേര് പറയില്ല, നമുക്ക് ഏതോ ആൾക്കാർ വെച്ചതാണ്. സാമൂഹ്യ വിരുദ്ധരെന്ന് പറയാം. മുമ്പ് വർഷങ്ങളുണ്ടായിട്ടല്ലേ? മുമ്പ് ഇങ്ങനെ ഒരു പയ്യന്റെ കാല് കുടുങ്ങിയിട്ടുണ്ട്. 2-3 ആൾക്കാർ ഇവിടെ വീണിട്ടുണ്ട്. എന്റെ കാലടക്കം കുടുങ്ങി, 2 കാലും കുടുങ്ങി ഞാൻ വീണു. അവിടുന്ന് ഈ പറമ്പിന്റെ ഉടമസ്ഥ മാഷ് വരും, ആ മാഷയുടെ കാലിൽ കുടുങ്ങിയിട്ട് മാഷും വരും. ന്യൂസ് 18 പാലക്കാട്. CPM കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരും. ഈ മാസം 16, 17, 18 തീയതികളിലാണ് യോഗം. കേരളത്തിലെ ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയാണ്. താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം. രാവിലെ 8-ന് മുൻപും വൈകിട്ട് 6-ന് ശേഷവും യാത്ര ചെയ്യാം. വാഹനങ്ങൾ നാടുകാണി ചുരം വഴിയോ കുറ്റ്യാടി ചുരം വഴിയോ പോകണമെന്നാണ് നിർദ്ദേശം. റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് ചുരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. മകരവിളക്ക് അടുത്തതോടെ ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുകയാണ്. ഇന്നലെ 99,149 പേർ ദർശനം നടത്തി. ഇന്നും സമാനമായ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്.
മകരവിളക്ക് തീർത്ഥാടനത്തിന് നട തുറന്ന ശേഷം വലിയ തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ 6 ദിവസത്തിനുള്ളിൽ 5.5 ലക്ഷത്തിന് മുകളിൽ തീർത്ഥാടകർ സന്നിധാനത്ത് എത്തിയെന്നാണ് പോലീസിന്റെ കണക്ക്. ഇന്നലെയും 1 ലക്ഷത്തിനോടടുത്ത് തീർത്ഥാടകർ സന്നിധാനത്ത് എത്തിയിരുന്നു. ഇന്നും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മരക്കൂട്ടം മുതൽ ഭക്തർക്ക് തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പമ്പയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മണിക്കൂറിൽ 3000-നും 4000-നും ഇടയിൽ തീർത്ഥാടകർ സന്നിധാനത്തിൽ കയറുന്നു എന്നുമാണ് പോലീസിന്റെ കണക്ക്. മിനിറ്റിൽ 60-നും 70-നും ഇടയ്ക്ക് തീർത്ഥാടകരെ 18-ാം പടി കയറ്റിവിടുന്നുണ്ട്. വരും ദിവസങ്ങളിലും സമാനമായ ഒരു തിരക്ക് തന്നെ ഉണ്ടാകുമെന്നാണ് പോലീസിന്റെ നിരീക്ഷണം. പ്രത്യേകിച്ച് മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ ഇവിടെ എത്തുന്ന തീർത്ഥാടകർ ഇവിടെ തന്നെ തമ്പടിച്ച് പർണശാല കെട്ടി നിൽക്കാനുള്ളൊരു സാധ്യത കണക്കിലെടുത്ത് തിരക്ക് കൂടും എന്ന് തന്നെ പോലീസ് വിലയിരുത്തുന്നുണ്ട്. അതാണെങ്കിലും വലിയ തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അനുഭവപ്പെട്ടെങ്കിലും ഇവിടെ എത്തിയ തീർത്ഥാടകർക്ക് ദർശനത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇവിടേക്ക് എത്തുവാൻ ഒരുപക്ഷെ പമ്പയിൽ നിന്ന് സന്നിധാനം വരെ ഇവിടേക്ക് എത്തുവാൻ 7-8 മണിക്കൂർ എടുക്കുന്ന ഒരു സാഹചര്യം ചില സമയങ്ങളിൽ ഉണ്ടായേക്കാം. സാധാരണഗതിയിൽ രാവിലെ 8 മണിക്ക് ശേഷം സന്നിധാനത്ത് തിരക്ക് അല്പം കുറയും. പിന്നീട് തിരിച്ചിറങ്ങുന്ന അയ്യപ്പന്മാരുടെ ഒരു തിരക്കായിരിക്കും ഉണ്ടാവുക. ഒരു 11 മണിയോടെ സ്ഥിതിഗതികൾ കുറെ കൂടി നിയന്ത്രണ വിധേയമാകും. അയ്യപ്പന്മാർക്ക് തിരക്കില്ലാതെ ഇവിടെ എത്താൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ വൈകുന്നേരം വീണ്ടും അയ്യപ്പന്മാരെത്തുകയും തിരക്ക് കൂടുകയും ചെയ്യും. അവരുടെ തമ്പടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാവിലെയും വൈകുന്നേരവും നല്ല തിരക്ക് അനുഭവപ്പെടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. എന്നിരുന്നാലും ഇവിടെ എത്തുന്നവർ സുഗമമായ ദർശനം നടത്തി മടങ്ങിപ്പോകുന്നു എന്നുള്ളത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും പോലീസിനെ സംബന്ധിച്ചും വലിയ ആശ്വാസമുള്ള കാര്യമാണ്. കാരണം മണ്ഡലവിളക്കിന് മുൻപ് ഉണ്ടായ പ്രശ്നങ്ങൾ, അതിൽ ആദ്യം നട തുറന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളൊന്നും പിന്നീട് ആവർത്തിച്ചിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ് ദേവസ്വം ബോർഡിനെയും പോലീസിനെ സംബന്ധിച്ച്. സന്നിധാനത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18. അയ്യപ്പ ഭക്തർക്ക് ചുക്കുകാപ്പി വിതരണം ചെയ്ത പോലീസ്. കൊല്ലം പുനലൂരിൽ നിന്നെത്തുന്ന അയ്യപ്പ ഭക്തർക്കാണ് പോലീസിന്റെ നേതൃത്വത്തിൽ ചുക്കുകാപ്പി വിതരണം ചെയ്തത്. മിനി പമ്പ എന്നറിയപ്പെടുന്ന പുനലൂർ TB ജംഗ്ഷനിലാണ് മണ്ഡലകാലം അവസാനിക്കുന്നതുവരെ പുനലൂർ പോലീസ് അയ്യപ്പ ഭക്തർക്ക് സൗജന്യമായി ചുക്കുകാപ്പി വിതരണം ചെയ്യുന്നത്. പുനലൂർ പോലീസ് സേനാംഗങ്ങൾ സഹകരിച്ച് നടത്തുന്ന ചുക്കുകാപ്പി വിതരണത്തിന്റെ ഉദ്ഘാടനം SI അനീഷ് നിർവഹിച്ചു. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി ശബരിമലയിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റും വന്നുപോകുന്ന അയ്യപ്പ ഭക്തന്മാർ വരുന്ന വാഹനങ്ങൾ, ആ വാഹനങ്ങളിലുള്ള ഡ്രൈവർമാർ പലപ്പോഴും ഈ യാത്രയുടെയും മറ്റും ആലസ്യത്തിലും മറ്റും ഉറങ്ങിപ്പോകാനുള്ള സാധ്യത കണക്കിലെടുത്തും അപകടരഹിതമായ ഒരു യാത്ര ഈ മണ്ഡലകാലത്ത് അവർക്ക് പ്രദാനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി പുനലൂർ പോലീസ് ചുക്കുവെള്ളം വിതരണം ചെയ്യുവാനും അവരുടെ യാത്രാക്ലേശത്തിന് പോലീസിന് ആകും വിധമുള്ള ഒരു ആശ്വാസം നൽകുവാനും നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പുനലൂർ പോലീസ് ഇന്നു മുതൽ പുനലൂർ TB ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് ചുക്കുവെള്ള വിതരണം ആരംഭിക്കുകയാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുവരെ ദീർഘദൂര യാത്രയായി വാഹനമോടിച്ചെത്തുന്ന അയ്യപ്പ ഭക്തർക്കുണ്ടാകുന്ന ക്ഷീണം കാരണമുള്ള അപകടങ്ങൾ ഒഴിവാക്കി സുരക്ഷിതമായ യാത്ര ഒരുക്കുക എന്നതാണ് ചുക്കുകാപ്പി വിതരണം കൊണ്ട് ലക്ഷ്യമിടുന്നത്. SIമാരായ R റിയാസ്, ശിശിര ശശികുമാർ, ഗ്രേഡ് SIമാരായ ഭക്തവത്സൻ, പ്രകാശ്, സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണു, ശ്രീകുട്ടൻ, അഖിൽ, ശരത്ത്, അജീഷ്, ഷഹീർ തുടങ്ങിയവർ കഴിഞ്ഞ ദിവസത്തെ ചുക്കുകാപ്പി വിതരണത്തിന് നേതൃത്വം നൽകി. ന്യൂസ് 18 പുനലൂർ. രുചി വൈവിധ്യങ്ങളുടെ രാജകീയ വിരുന്നൊരുക്കി ദേശീയ സരസ് മേള പാലക്കാട് ചാലിശ്ശേരിയിൽ പുരോഗമിക്കുന്നു. 150-ൽ പരം സംരംഭകരുടെ 32ഓളം ഭക്ഷ്യ വിപണന സ്റ്റാളുകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ മെഗാ ഫുഡ് കോർട്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും സരസ് മേളയിൽ എത്തിച്ചേർന്ന 150-ൽ പരം സംരംഭകരുടെ 32ഓളം ഭക്ഷ്യ വിപണന സ്റ്റോളുകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ മെഗാ ഫുഡ് കോർട്ടാണ് ചാലിശ്ശേരിയിൽ നടക്കുന്ന ദേശീയ കുടുംബശ്രീ സരസ് മേളയിൽ സജ്ജമാക്കിയിരിക്കുന്നത്. രാജസ്ഥാൻ, ജാർഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, അസം, ലക്ഷദ്വീപ് തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിലെ വൈവിധ്യമാർന്ന ഭക്ഷ്യവിഭവങ്ങളും കേരളത്തിലെ 14 ജില്ലകളിലെയും തനത് ഭക്ഷ്യവിഭവങ്ങളും അടക്കം ഒരു വൻ വിരുന്നു തന്നെയാണ് ചാലിശ്ശേരിയിലെ മുലയംപറമ്പ് മൈതാനത്ത് 13ാം ദേശീയ സരസ് മേളയിൽ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുള്ളത്. രാജസ്ഥാന്റെ റബ്ദി ഗീവർ, ആന്ധ്രാപ്രദേശിന്റെ കോക്കനട്ട് റൈസ്, പഞ്ചാബിന്റെ ചോള ഭട്ടൂര, ലക്ഷദ്വീപിന്റെ ഫിഷ് മടഞ്ഞത് തുടങ്ങിയ വിവിധ നാടുകളുടെ തനതായ രുചി വിഭവങ്ങൾ പരിചയപ്പെടാനും പുത്തൻ രുചിക്കൂട്ടുകളുടെ വ്യത്യസ്തത ആസ്വദിക്കാനുമുള്ള അവസരമാണ് ഒരുക്കിയിട്ടുള്ളത്. നിയമസഭാ സ്പീക്കർ AM ഷംസീർ ഫുഡ് കോർട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
മന്ത്രി MP രാജേഷ്, MLA-മാരായ മുഹമ്മദ് മുഹസിൻ, P മമ്മിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 പാലക്കാട്. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് ദാരുണാന്ത്യം. വയനാട് സ്വദേശി കൃഷ്ണനാണ് മരിച്ചത്. മൈസൂരിൽ നിന്ന് കോഴിക്കോട് ബെവറേജിലേക്ക് മദ്യവുമായി വന്ന ലോറി കാറുമായി കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട് കൈവരിയിലിടിച്ച ശേഷം മറിയുകയായിരുന്നു. പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. ലോറിക്കടിയിൽ കുടുങ്ങിയ കൃഷ്ണനെ അഗ്നിരക്ഷാ സേന പുറത്തെത്തിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവനന്തപുരം നെടുമങ്ങാട് നിന്നുള്ള കുട്ടികൾ സന്നിധാനത്ത് നൃത്താർച്ചന നടത്തി. ഹൃതിക, അദ്രിജ കമൽ, ആരാധ്യ ആർ നായർ എന്നിവരാണ് ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും അരങ്ങേ ലാലിഗയിൽ റയൽ മാഡ്രിഡിന് തകർപ്പൻ ജയം. റയൽ ബെറ്റിസിനെ 1-5 ഗോളുകൾക്കാണ് റയൽ തകർത്തത്. ഗോൺസാലോ ഗാർഷ്യ ഹാട്രിക് നേടി. റൗൾ അസെൻസിയോ, ഫ്രാൻ ഗാർഷ്യ എന്നിവരാണ് മറ്റ് സ്കോറർമാർ. റയൽ ബെറ്റിസിനായി ഹെർണാണ്ടസ് ആണ് ആശ്വാസ ഗോൾ നേടിയത്. അതേസമയം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ആവേശ പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി ചെൽസി മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇനി ഇന്നത്തെ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരം പരിണിയം സ്വദേശി പ്രസന്നകുമാറിന്റെ 71ാം പിറന്നാളാണ് ഇന്ന്. ഞങ്ങളുടെ സഹപ്രവർത്തകൻ അർജുന്റെ അച്ഛനാണ്. അപ്പോൾ അച്ഛന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹാപ്പി ബർത്ത്ഡേ അച്ഛൻ. മൂവാറ്റുപുഴ സ്വദേശികളായ റെജി റെന്നി ദമ്പതികളുടെ 29ാം വിവാഹ വാർഷികമാണിന്ന്. മക്കളായ സ്റ്റീവും ആനിമോളും മാതാപിതാക്കൾക്ക് വിവാഹ വാർഷിക ആശംസകൾ നേരുകയാണ്. ന്യൂസ് 18 വകയും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. കണ്ണൂർ സ്വദേശികളായ ഹർഷയുടെയും നവനീതിന്റെയും 1ാം വിവാഹ വാർഷികമാണ് ഇന്ന്. ഹർഷ ഞങ്ങളുടെ പഴയ സഹപ്രവർത്തക കൂടിയാണ്. ഹർഷ, ഹാപ്പി ആനിവേഴ്സറി ഹർഷ ആൻഡ് നവനീത്. അങ്ങനെ രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.